പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ കുടുംബ വൃക്ഷത്തിലുള്ള എല്ലാ കടങ്ങളും എടുത്തു മാറ്റിക്കൊണ്ട് ഞങ്ങളെ മോചിപ്പിക്കുമ്പോൾ അതിനായി ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് അങ്ങയുടെ കരുണയിലേക്ക് ഓടി അണയുമ്പോൾ ഈ ദിവസങ്ങളൊക്കെ പ്രത്യേകിച്ചും ഓരോ മേഖലകളിലുമുള്ള കടങ്ങള് എല്ലാം എടുത്തു മാറ്റി പാപങ്ങളെ പുറത്തുകൊണ്ട് ഞങ്ങളുടെ മേലും മരിച്ചുപോയ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ മേലും അങ്ങ് ചൊരിയുന്ന കരുണയോർത്ത് കർത്താവെ, അതിലൂടെ ജീവിച്ചിരിക്കുന്നവരായ ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറയുടെ മേലും അങ്ങ് ചൊരിയുന്ന കൃപകളെയോർത്ത് ഈശോ ഞങ്ങൾ നന്ദി പറയുന്നു. ആ കൃപയുടെ സമൃദ്ധിയിൽ ഞങ്ങൾക്ക് ആവശ്യമായതെല്ലാം നൽകി ഞങ്ങളുടെ കുടുംബങ്ങളെ, ജീവിതങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവെ, ഈ ശുശ്രൂഷയിലായിരിക്കുന്ന എല്ലാ മക്കളെയും, ഇവരുടെ കുടുംബങ്ങളെയും, ഇവരുടെ മക്കളെയും, തലമുറയെയും, എല്ലാ ഉദ്യമങ്ങളെയും, എല്ലാ മേഖലകളെയും അനുഗ്രഹിച്ച് ആശീർവദിച്ച് ഈ കടങ്ങളുടെ പ്രതിയിലൂടെ അങ്ങ് നൽകുന്ന രക്ഷ അനുഭവവേദ്യമാക്കി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അതിനായി അമ്മ മാതാവിന്റെയും യൗസേ പിതാവിന്റെയും സാന്നിധ്യത്തില് കർത്താവെ, അങ്ങയുടെ കുരിശിലെ ബലിയോട് ചേർത്ത് എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും ഈ വലിയ അഭിഷേകത്തിനായി നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് നമ്മള് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന പാപത്തിന്റെ മേഖല ദൈവസന്നിധിയില് പ്രതികാരം ആവശ്യപ്പെടുന്ന 3ഉം 4ഉം പാപങ്ങളാണ്. മൂന്നാമത്തെ പാപം ഇതാണ്: ദരിദ്രരെയും വിധവകളെയും മാതാപിതാക്കന്മാരില്ലാത്ത പൈതങ്ങളെയും പീഡിപ്പിക്കുന്നത്. 4ാമത്തെ പാപമാണ് വേലക്കാർക്ക് കൂലി കൊടുക്കാത്തത്. ഈ 2 പാപങ്ങൾ ഇന്ന് ചിന്തിക്കുമ്പോ ഈ 2 പാപത്തിന്റെ മേഖലകളിലും പ്രതികാരത്തിനു വേണ്ടി ദൈവസന്നിധിയില് ആവശ്യപ്പെടുന്ന, നിലവിളിക്കുന്ന പാപങ്ങളാണ്. എന്താണ്? ദരിദ്രരെ, ഇല്ലാത്തവരെ വേദനിപ്പിക്കുക, പീഡിപ്പിക്കുക, അവരെ അസ്വസ്ഥതപ്പെടുന്ന രീതിയിൽ പ്രവർത്തിക്കുക. വിധവകള്, അതോടൊപ്പം തന്നെ മാതാപിതാക്കളില്ലാത്ത പൈതങ്ങൾ, ഇവരെ പീഡിപ്പിക്കുക. അങ്ങനെ നമ്മുടെ കുടുംബത്തില് ഈ 3 മേഖലയിലുള്ള മക്കളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവർ നിസ്സഹായരാ, ദരിദ്രര്, ആഹാരത്തിന് വകയില്ല, ജോലിയില്ല, കഷ്ടപ്പെടുന്നവര്. ആ ഇല്ലായ്മയില് അവരെ പീഡിപ്പിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതെന്തുമാത്രം ക്രൂരതയാണ്. അവരെ വേദനിപ്പിക്കുക, അവരെ മുറിവേൽപ്പിക്കുക, അവരെ ആഹാരം മുട്ടിക്കുക, അങ്ങനെ അവരെ പീഡിപ്പിക്കുക. ഒന്നാമതില്ലാത്തവര്, രണ്ടാമത് വിധവകളെ വേദനിപ്പിക്കുക, പീഡിപ്പിക്കുക, അവരെ ഉപദ്രവിക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെയേറെ ആരുമില്ലാത്ത അവസ്ഥയില്, ഒന്നുമില്ലാത്ത അവസ്ഥയിലും ഇതുപോലെ വേദനിക്കുന്ന മക്കളെ, ആ വിധവകളെ വേദനിപ്പിച്ചാല് ദൈവസന്നിധിയില് പ്രതികാരത്തിന് വേണ്ടി നിലവിളി ഉയരും. അവരൊക്കെ കരഞ്ഞ് ശപിച്ചാൽ, രാഗിയാൽ അത് നമ്മുടെ കുടുംബത്തെ, തലമുറയെ സ്വാധീനിക്കുന്നത് എങ്ങനെയാ? നിരന്തരമായ ആ നിലവിളി ഉയർന്നുകൊണ്ടിരിക്കും പ്രതികാരത്തിന് വേണ്ടി. അതോടൊപ്പം തന്നെ മാതാപിതാക്കളില്ലാത്ത പൈതങ്ങളെ പീഡിപ്പിക്കാം. ഓർത്തോക്കണം പ്രിയപ്പെട്ടവരെ, ഈ 3 മേഖലയിലുള്ള മക്കള് നിസ്സഹായര്, അനാഥര്, ദാരിദ്ര്യം അനുഭവിക്കുന്നവര്, ഒരു കഴിവുമില്ലാത്തവര്, ആര് സഹായിക്കാനില്ലാത്തവര്, ജീവിതത്തില് എല്ലാം നഷ്ടപ്പെട്ടവര്, ഇങ്ങനെ നിസ്സഹായതയിൽ കഴിയുന്ന ഈ 3 കൂട്ടത്തിലുള്ള മക്കളെ വേദനിപ്പിച്ചാൽ അവരുടെ കണ്ണുനീര്, അവരുടെ വേദനിക്കുന്ന ഒരു ശാപവാക്ക്, അവരുടെ നെടുവീർപ്പ്, അവരുടെ നിസ്സഹായതയിൽ നിന്നുള്ള ഒരു നിലവിളി, അത് ദൈവസന്നിധിയില് പ്രതികാരത്തിന് വേണ്ടി നിലവിളിക്കുന്ന ഒന്നാണെന്ന് കർത്താവിന്റെ വചനം നമ്മോട് പറയാം. അതോടൊപ്പം തന്നെ കൂലിക്കാർക്ക് വേതനം കൊടുക്കാത്ത അവസ്ഥ. പണ്ടത്തെ പല തറവാടുകളിൽ കൂലിക്കാർക്ക് കൂലി കൊടുക്കത്തില്ല. അവരന്നു വേണ്ടുന്ന ആഹാരത്തിന് വേണ്ടി കഷ്ടപ്പെട്ട് അധ്വാനിച്ചു കഴിയുമ്പോ അവർക്ക് വേണ്ട അർഹതപ്പെട്ട കൂലി കൊടുക്കില്ല. ചിലര് കൂലിയെ കൊടുക്കത്തില്ല, അവരെ പീഡിപ്പിക്കുന്നു, ചില തല്ലുന്നു, അവർക്കെതിരെ കള്ളക്കേസ് കൊടുക്കുന്നു. അങ്ങനെ പല പല കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട് കൂലി കൊടുക്കാതിരിക്കാൻ വേണ്ടി.
അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ രണ്ട് പാപത്തിന്റെ മേഖലകളില് എന്താണ് നിസ്സഹായന്റെ നിലവിളി? അത് ദൈവസന്നിധിയില് നിലവിളിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? പ്രതികാരത്തിന് വേണ്ടി. അങ്ങനെ ഒരു നിലവിളി ഉയർന്ന് കിടക്കുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, അത് ശമിപ്പിക്കണം. നമുക്ക് ഈ രണ്ട് പാപത്തിലുള്ളവരെ 4 കൂട്ടമായിട്ട് കാണാം. 1 ദരിദ്രൻ, 2 വിധവകൾ, 3 മാതാപിതാക്കളില്ലാത്ത പൈതങ്ങൾ, 4 വേലക്കാര്. ഈ മക്കളെ നമ്മള് വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ കുടുംബത്തില് പാരമ്പര്യത്തില് പീഡിപ്പിക്കുകയോ അന്യായമായി ചെയ്യുകയോ അവരെ കരയിപ്പിക്കുകയോ അർഹതപ്പെട്ടത് കൊടുക്കാതിരിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ, അവരുടെ കണ്ണുനീരും നിലവിളിയും ഒക്കെ ഉയർന്ന് ആ കണ്ണീര് നിലത്ത് വീണിട്ടുണ്ടെങ്കിൽ, വിശപ്പിന്റെ നിലവിളി, കണ്ണുനീരിന്റെ നിലവിളി, ഇതെല്ലാം ദൈവസന്നിധിയില് പ്രതികാരം ചോദിച്ച് വാങ്ങുന്ന ആവശ്യപ്പെടുന്ന പാപങ്ങളാണ്. നമുക്ക് അതിനുവേണ്ടി മാപ്പി ചോദിക്കാം. അങ്ങനെ വേദനിപ്പിക്കപ്പെട്ട മക്കള്, ദുരുപയോഗിക്കപ്പെട്ട മക്കള്, പീഡിപ്പിക്കപ്പെട്ട മക്കള്, കണ്ണീര് വീണ മക്കള്, കരഞ്ഞ മക്കള്, കൂലി നിഷേധിക്കപ്പെട്ട മക്കള്, അവരുടെ നെടുവീർപ്പ് ചിലപ്പോഴൊക്കെ അവരിങ്ങനെ ശപിച്ചിട്ടുണ്ടാവും. കൂലി കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ എങ്ങനെ ശപിക്കാണ്ടിരിക്കണേ? രാവിലെ മുതൽ വൈകുന്നേരം വരെ കഷ്ടപ്പെട്ട് അധ്വാനിച്ചിട്ട് അവസാനം കൂലി കൊടുക്കാതിരുന്ന അവന്റെ അവസ്ഥ എന്താ? അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മുടെ പൂർവികരായിട്ടോ അപ്പന്റെ കൈവഴിയിലോ അമ്മയുടെ കൈവഴിയിലൊക്കെ നടന്നിട്ടുണ്ടെങ്കിൽ, പണ്ടത്തെ ജന്മി കുടിയാനൊക്കെ വ്യവസ്ഥിതിയൊക്കെ ഉണ്ടല്ലോ, ആ മേഖലയൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അവരോട് മാപ്പ് ചോദിക്കാം. ആ പ്രിയപ്പെട്ടവരോട്, അവരുടെ തലമുറകളോട് മാപ്പ് ചോദിക്കാം. അവരുടെ ആ വേദന, ആ നൊമ്പരം കർത്താവെ ആശ്വസിപ്പിക്കണം. അവർക്കേറ്റ മുറിവുകളെ അവിടുന്ന് ഉണക്കണം. ആ ഒരു നിലവിളി അങ്ങ് അവസാനിപ്പിക്കണം. ആ നിലവിളിയുടെ ആ പ്രതികാരത്തിന് വേണ്ടി നിലവിളി അവസാനിപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെ കുടുംബത്തെ, ഞങ്ങളുടെ തലമുറയെ, ഞങ്ങളുടെ പാരമ്പര്യത്തെ, ഞങ്ങളുടെ മക്കളെ, ഇന്ന് നമ്മുടെ കുടുംബത്തിന് കൊടിയ ദാരിദ്ര്യം, മക്കൾക്ക് ജോലി കിട്ടുന്നില്ല, എല്ലാ തടസ്സങ്ങളും, ഇതിന്റെയൊക്കെ പിന്നിലേക്ക് ചിലപ്പോൾ എത്തി നോക്കുമ്പോ ഇങ്ങനെ എന്തെങ്കിലും കിടക്കുന്നുണ്ടാവും. നമ്മുടെ മക്കൾ പീഡിപ്പിക്കപ്പെടുന്നു, പഠനത്തിൽ തോൽപ്പിക്കപ്പെടുന്നു, പല പല തടസ്സങ്ങള്, കല്യാണം നടക്കണില്ല, അങ്ങനെ പല പല കാര്യങ്ങൾ, ഇങ്ങനെയൊക്കെ എന്തെങ്കിലും കിടക്കുന്നുണ്ടാകാം. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ആർക്കും അറിയാമെങ്കിലും അതിനുവേണ്ടി ഇനി ഉണ്ടെങ്കിൽ അതും കൂടി ഒന്ന് പരിശോധിച്ച് ഒരു എന്താ പറയാ, ഒരു മേഖലയൊക്കെ ഒന്ന് കണ്ടുപിടിച്ച് സ്വയം അപ്പന്റെ കൈവഴിയിലോ അമ്മയുടെ കൈവഴികളിലോ ഈ മേഖലയിൽ പ്രതികാരത്തിന് വേണ്ടി നിലവിളിക്കുന്ന എന്തെങ്കിലും പാപങ്ങളോ പോരായ്മകളോ കുറവുകളോ കിടക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കടങ്ങളൊക്കെ പുറത്ത് സ്വയം പാപങ്ങൾ മോചിപ്പിച്ച് ആ നിലവിളി അവസാനിപ്പിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണം, ആ മക്കളെയും അനുഗ്രഹിക്കണം എന്ന് പ്രാർത്ഥിച്ച് കർത്താവിന്റെ സന്നിധിയിൽ നമുക്കിന്ന് കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. മക്കളെ, വലിയ പ്രാർത്ഥനയോടെ കർത്താവിന്റെ തിരുസന്നിധിയിൽ ആ ദൈവ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് പാപത്തെ ഏറ്റെടുത്ത് ശാപത്തെ നീക്കി കടങ്ങളെ വീട്ടി സാത്താനെ പരാജയപ്പെടുത്തി അതിന് അനന്തര ഫലങ്ങളാകുന്ന മരണത്തെയും പരാജയപ്പെടുത്തി കുരിശിലൂടെ രക്ഷ പൂർത്തീകരിച്ച കർത്താവിന്റെ കരുണയ്ക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പ്രതികാരം ആവശ്യപ്പെടുന്ന 2 പാപങ്ങളുടെ മേൽ കർത്താവിന്റെ വലിയ കരുണ നിറയപ്പെടാനും ഇതിലൂടെ ഉയർന്നു നിൽക്കുന്ന നിലവിളി കർത്താവെ അവസാനിക്കട്ടെ. അതിനുവേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ട് അവിടുത്തെ കരുണയിലേക്ക് സമർപ്പിച്ച് ഇന്ന് പ്രത്യേകം നമുക്ക് പ്രാർത്ഥിക്കാം. മക്കളെ, നമ്മെയും നമ്മുടെ മക്കളെയും നമ്മുടെ തലമുറയെയും നമ്മുടെ ഇന്നത്തെ ഈ ഓരോ പ്രവൃത്തികളെയും നമ്മുടെ മരിച്ചുപോയ പ്രിയപ്പെട്ടവരെയും അറിഞ്ഞും അറിയാതെ ചില സാഹചര്യങ്ങൾ കൊണ്ടൊക്കെ ഒന്ന് പെട്ടതായിരിക്കാം പാവങ്ങള്, ആത്മാക്കൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കാം. അതുമായിട്ട് ബന്ധപ്പെട്ട കടങ്ങളൊക്കെ യേശുവെ അങ്ങ് വീട്ടണമേ എന്ന് പറഞ്ഞ് കുരിശോട് ചേർത്ത് വെച്ച് കരുണയ്ക്കായി പ്രാർത്ഥിക്കാം. യേശു നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആ നിലവിളി അവസാനിക്കട്ടെ. സമാധാനവും സന്തോഷവും നമ്മിലും നമ്മുടെ തലമുറയിലും കുടുംബത്തിലും മരിച്ചുപോയ പ്രിയപ്പെട്ടവരിലും ശുദ്ധീനാത്മാക്കളിലും നിറയപ്പെടട്ടെ. വലിയ പ്രാർത്ഥനയോടെ നമുക്ക് ദിവ്യാന സന്നിധിയിൽ കരുണയ്ക്കായി പ്രാർത്ഥിക്കാം. മക്കളെ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യീശോയെ, ഓരോ മേഖലകളിലും വലിയ തിരിച്ചറിവ് നൽകി ഞങ്ങളുടെ ജീവിതങ്ങളെ, കുടുംബങ്ങളെ, എല്ലാ കടങ്ങളും വീട്ടി കടങ്ങൾ പുറത്തുകൊണ്ട് വീണ്ടെടുത്ത് രക്ഷിക്കുന്ന ഞങ്ങളുടെ വലിയ സ്നേഹത്തിലേക്ക് ഞങ്ങളുടെ കുടുംബങ്ങളെ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങളിൽ പ്രത്യേകിച്ചും ഞങ്ങളുടെ മേലും ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേലും അങ്ങ് ചൊരിയുന്ന വലിയ കരുണയോർത്ത് ഞങ്ങളുടെ കടങ്ങൾ വീട്ടി പാപങ്ങൾ പുറത്ത് ഞങ്ങളുടെ മേലും മരിച്ചുപോയ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ മേലും വലിയ കരുണ ചൊരിഞ്ഞുകൊണ്ട് ഞങ്ങളോട് കാണിക്കുന്ന ആ സ്നേഹത്തെ ഓർത്ത്, അങ്ങയുടെ രക്ഷയെ ഓർത്ത്, ഈ വീണ്ടെടുപ്പിനെ ഓർത്ത് ഈശോയെ ഞങ്ങളൊന്ന് ചേർന്ന്
അങ്ങേ ആരാധിച്ച് സ്തുതിച്ച് മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി കർത്താവേ. സ്തുതിക്കുന്നു, 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 ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു കർത്താവേ. കൃപകളെ ഓർത്ത്, അനുഗ്രഹങ്ങളെ ഓർത്ത് യേശുവേ നന്ദി, നന്ദി, നന്ദി. ആരാധന, ആരാധന, ആരാധന. യേശുവേ മഹത്വം, മഹത്വം, മഹത്വം. സ്തുതി, സ്തുതി, ആരാധന, ആരാധന. യേശുവേ ദിവ്യകാരുണ്യ യേശുവേ, അങ്ങയുടെ സന്നിധിയില് പ്രതികാരത്തിനായി നിലവിളിക്കുന്ന വലിയ പാപങ്ങളോടെ ഞങ്ങളുടെ കുടുംബത്തിലും ഞങ്ങളുടെ ജീവിതത്തിലും വന്നിട്ടുള്ള എല്ലാ കടങ്ങളുടെ പ്രതിക്കായി ഞങ്ങൾ വലിയ ദാഹത്തോടും എളിമയോടും കണ്ണുനീരോടും പശ്ചാത്താപത്തോടും കൂടി പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഞങ്ങളുടെ കുടുംബത്തിലും ഞങ്ങളുടെ ജീവിതത്തിലും ഞങ്ങളുടെ പൂർവികരിലും കുടുംബവൃക്ഷത്തിലും ദരിദ്രരെയും കർത്താവെ, അനാഥരായ മാതാപിതാക്കളില്ലാത്ത മക്കളെയും വിധവകളെയും പീഡിപ്പിച്ച, വേദനിപ്പിച്ച, അതോടൊപ്പം തന്നെ വേലക്കാർക്ക് കൂലി കൊടുക്കാതെ വേദനിപ്പിച്ച കർത്താവെ, എല്ലാ പാപങ്ങളോർത്ത് ഞങ്ങൾ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു. ഈശോയെ, അവരുടെ കണ്ണുനീര്, അവരുടെ വേദന, ചിലപ്പോഴെങ്കിലും അവർ ഞങ്ങളെ, ഞങ്ങളുടെ കുടുംബത്തെ, ഞങ്ങളുടെ പൂർവീകരെ ശപിച്ചത് ഞങ്ങളുടെ ജോലി മേഖലകളില്, സാമ്പത്തിക മേഖലകളില്, കുടുംബജീവിതത്തില്, ഞങ്ങളുടെ മക്കളില് അതിലൂടെ കടന്നു വന്ന ഒത്തിരിയേറെ ശാപങ്ങള്, തകർച്ചകള്, തടസ്സങ്ങള്, രോഗപീഠകള് എല്ലാം ഓർത്ത് ഞങ്ങള് കർത്താവെ മാപ്പ് ചോദിച്ചുകൊണ്ട് അങ്ങയുടെ കരുണയ്ക്കായി പ്രാർത്ഥിക്കുകയാണ്. ഈശോയെ, ഈ മേഖലകളില് ഞങ്ങൾക്കെതിരെ, ഞങ്ങളുടെ കുടുംബത്തിനെതിരെ നിലനിൽക്കുന്ന പ്രതികാരത്തിനുള്ള നിലവിളികളെ ഈശോയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അതിന് കാരണമായ ഞങ്ങളുടെ പാപങ്ങളോർത്ത് ഞങ്ങളുടെ കുടുംബത്തിന്റെ പൂർവികരുടെ അപ്പന്റെയും അമ്മയുടെയും കൈ വഴികളിലുള്ള എല്ലാ പാപങ്ങളോർത്ത് ഈശോയെ മാപ്പ് ചോദിച്ചുകൊണ്ട് അങ്ങയുടെ വലിയ കരുണയ്ക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളാലും ഞങ്ങളുടെ കുടുംബത്താലും പാരമ്പര്യത്താലും വേദനിപ്പിക്കപ്പെട്ട എല്ലാ ദരിദ്രരെയും, എല്ലാ വിധവകളെയും, എല്ലാ അനാഥരായ മാതാപിതാക്കളില്ലാത്ത പൈതങ്ങളെയും എല്ലാ വേലക്കാരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരെ വേദനിപ്പിച്ചതിനെ ഓർത്ത് ഞങ്ങൾ ഇപ്പോൾ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു. ഞങ്ങൾ ആത്മന ആ മക്കളെ എല്ലാം സന്നിധിയിൽ ചെന്നുകൊണ്ട് കർത്താവേ, അങ്ങയുടെ തിരുസന്നിധിയിൽ നിന്ന് ഞങ്ങൾ അവരോട് മാപ്പ് ചോദിക്കുന്നു. ഞങ്ങൾ വേദനിപ്പിച്ച, ഞങ്ങളുടെ കുടുംബം വേദനിപ്പിച്ച, ഞങ്ങളുടെ പൂർവികർ വേദനിപ്പിച്ച, മുറിവേൽപ്പിച്ച അനാഥരായ മക്കളെ, ദരിദ്രരായ മക്കളെ, വിധവകളായ പ്രിയപ്പെട്ട വിധവകളായ മക്കളെ, വേലക്കാരായിട്ടുള്ള പ്രിയപ്പെട്ടവരെ, നിങ്ങളോടൊക്കെ ഞങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടി, ഞങ്ങളുടെ ജീവിതത്തിന് വേണ്ടി, ഞങ്ങളുടെ പൂർവികർക്ക് വേണ്ടി മാപ്പ് ചോദിക്കുന്നു. ഞങ്ങളോട്, ഞങ്ങളുടെ കുടുംബത്തോടും നിങ്ങൾ ക്ഷമിക്കണമേ. അതിലൂടെ ഉണ്ടായ കർത്താവെ കണ്ണുനീര്, ശാപവാക്കുകള്, നൊമ്പരങ്ങള്, നിലവിളി, നിസ്സഹായന്റെ നിലവിളി, ദരിദ്രന്റെ നിലവിളി, വേലക്കാരുടെ നിലവിളി, കൂലിക്ക് വേണ്ടി നിലവിളി ഞങ്ങൾക്ക് വേണ്ടി ഉയർന്നു കിടക്കുമ്പോ സ്വയം ആ മേഖലകളുടെ മേല് കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവേ, നിങ്ങളുടെ വലിയ കരുണയ്ക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോട്, ഞങ്ങളുടെ കുടുംബത്തോടും കുടുംബവൃക്ഷത്തോടും കരുണയായിരിക്കണമേ യേശുവേ. കരുണ തോന്നണേ, ഞങ്ങളിൽ അലിവ് തോന്നണേ, പാപിയാണിവർ നാഥ, പാപിയാണിവർ. ദിവ്യകാരുണ്യീശോയെ, ഞങ്ങളുടെ കുടുംബത്തിന് മേൽ അങ്ങയുടെ കരുണ ചൊരിയണമേ. ഒത്തിരിയേറെ വീഴ്ചകള്, പോരായ്മകള് അറിഞ്ഞും അറിയാതെയും ഞങ്ങളുടെ കുടുംബത്തിൽ ഈ മേഖലയിൽ വന്നിട്ടുണ്ട്. ഞങ്ങൾ മൂലം കരഞ്ഞിട്ടുള്ളവരുണ്ട്, മുറിവേൽപ്പിക്കപ്പെട്ടവരുണ്ട്, ഭക്ഷണം നിഷേധിക്കപ്പെട്ടിട്ടുള്ളവരുണ്ട്, സൽപ്പേര് നഷ്ടപ്പെട്ടവരുണ്ട്, നശിപ്പിക്കപ്പെട്ടവരുണ്ട്. ഞങ്ങളുടെ കുടുംബത്തിന്റെ ഈ മേഖലകളുടെ മേലുള്ള എല്ലാ പാപങ്ങളോർത്ത്, അകൃത്യങ്ങളോർത്ത്, അന്യായങ്ങളെയോർത്ത്, അകൃത്യങ്ങളെയോർത്ത് ഈശോയെ ഞങ്ങൾ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു. വേദനിച്ച മക്കള് കർത്താവെ, അവരോട് മാപ്പ് ചോദിക്കുമ്പോ അതിലൂടെ അവർക്കുണ്ടായ മുറിവുകള്, വേദനകള്, നഷ്ടങ്ങള്, നൊമ്പരങ്ങള്, അവർക്കറിയാനുള്ള അവസ്ഥകള് ഈശോയെ എല്ലാത്തിനും മേൽ കരുണയായിരിക്കണമേ. ഈശോയെ അവരെ അനുഗ്രഹിക്കണം, അവരുടെ മുറിവുണക്കണം, അവരെ ആശ്വസിപ്പിക്കണം. കർത്താവെ, ഞങ്ങൾക്ക് അതാ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങേക്കല്ലാതെ
അവരെ ആശ്വസിപ്പിക്കാൻ പറ്റില്ല. അങ്ങേക്കല്ലാതെ അവർക്ക് സമാധാനം നൽകാൻ പറ്റില്ല. അങ്ങേക്കല്ലാതെ അവരുടെ മുറിവുണക്കാൻ കഴിയില്ല. അങ്ങേക്കല്ലാതെ ആ നിലവിളി അവസാനിപ്പിക്കാനും കഴിയില്ല. ഞങ്ങളുടെ കുടുംബത്തിനെതിരെ നിൽക്കുന്ന ഈ അവസ്ഥകളെല്ലാം ഈശോയെ അങ്ങേക്ക് അറിയാലോ. അതെല്ലാം ഏറ്റെടുത്ത് ഞങ്ങളുടെ കരുണ കാണിച്ച് ആ വേദനകളും നൊമ്പരങ്ങളും കണ്ണുനീരും ശാപവാക്കുകളും എല്ലാം അവസാനിപ്പിച്ച് ആ നിലവിളിയെ തന്നെ അവസാനിപ്പിച്ചുകൊണ്ട് ഈശോയെ ഞങ്ങളോടും ഞങ്ങളുടെ മക്കളോടും ഞങ്ങളുടെ തലമുറയോടും കരുണയായിരിക്കണം. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ പൂർവികരോടും ഞങ്ങളുടെ കുടുംബവൃക്ഷത്തോടും കരുണയായിരിക്കണം. ഞങ്ങളുടെ കുടുംബവൃക്ഷത്തിനെതിരെ നിൽക്കുന്ന പ്രതികാരത്തിലുള്ള എല്ലാ നിലവിളികളും, ഈ 4 പാപത്തിന്റെ മേഖലകളിലുള്ള എല്ലാ നിലവിളികളും അവസാനിപ്പിച്ചുകൊണ്ട് ഞങ്ങളോടും ഞങ്ങളുടെ കുടുംബത്തോടും കരുണയായിരിക്കണമേ എന്ന് കണ്ണീരോടെ പ്രാർത്ഥിച്ചുകൊണ്ട് തമ്പുരാന്റെ സന്നിധിയില് നന്ദിയോടെ സമർപ്പിച്ച് നമുക്ക് ഈശോയെ ആരാധിച്ച് ആ നിലവിളി അവസാനിക്കാനും ആ മേഖലകളൊക്കെ നമ്മൾ വീണ്ടെടുക്കപ്പെടാനും വേണ്ടി നമുക്ക് സ്തുതിച്ച് നന്ദി പറഞ്ഞ് കരുണിക്കായി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി കർത്താവേ, സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. കരുണയായിരിക്കണമേ കർത്താവേ, വീണ്ടെടുക്കണമേ. ആ മക്കളെല്ലാവരെയും ആശ്വസിപ്പിക്കണമേ. അവരുടെ മുറിവുകളെ ഉണക്കണമേ, അവരെ ബലപ്പെടുത്തണമേ, സൗഖ്യപ്പെടുത്തണമേ. ആ നിലവിളി അവസാനിക്കട്ടെ. ഞങ്ങൾക്കെതിരെയുള്ള പ്രതികാരത്തിനുള്ള നിലവിളി അവസാനിക്കട്ടെ. കർത്താവേ, കരുണയ്ക്കായി പ്രാർത്ഥിക്കുന്നു, കരുണയ്ക്കായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളിൽ കനിയേണമേ, കരുണയ്ക്കായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളിൽ കനിയേണമേ. നമ്മുടെ കുടുംബങ്ങളെ സമർപ്പിക്കാം, നമ്മുടെ പാരമ്പര്യത്തെ സമർപ്പിക്കാം. നമ്മുടെ കുടുംബവൃക്ഷത്തിലും വീട്ടിലും മണ്ണിലുമൊക്കെ കിടക്കുന്ന പ്രതികാരത്തിന്റെ നിലവിളികൾ എല്ലാം അവസാനിപ്പിക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ഈ പാപാവസ്ഥയിലൊക്കെ അറിഞ്ഞും അറിയാതെയും ഒക്കെ മരിച്ചുപോയ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഈശോയെ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരോട് കരുണയായിരിക്കണമേ. ഈ മേഖലകളിലൊക്കെ ശുദ്ധീകരണ സദ്യ വേദനിക്കുന്ന എല്ലാ ആത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും അനന്തര ഫലങ്ങളോ പാപഫലങ്ങളോ ശക്തികളോ ആധിപത്യങ്ങളോ അധികാരങ്ങളോ പിശാചിന് അവകാശങ്ങളോ ഉണ്ടെങ്കിൽ അതെല്ലാം അവസാനിപ്പിച്ചുകൊണ്ട് ഞങ്ങളെ, ഞങ്ങളുടെ കുടുംബത്തെയും മരിച്ചുപോയ പ്രിയപ്പെട്ടവരെയും ഞങ്ങളുടെ തലമുറയെയും അനുഗ്രഹിക്കണമേ. പൈശാചിക അവകാശങ്ങൾ അവസാനിപ്പിച്ചുകൊണ്ട്, കെട്ടുകൾ പൊട്ടിച്ച് ബന്ധനങ്ങളെ തകർത്ത് അവന്റെ ആധിപത്യങ്ങൾ അവസാനിപ്പിച്ചുകൊണ്ട് ഞങ്ങളെല്ലാം മേൽ കരുണയായിരിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മരിച്ചുപോയ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് തമ്പുരാന്റെ മനോഗുണത്താൽ മോക്ഷത്തിൽ ചേരുവാനിടയാകട്ടെ. നിത്യപിതാവേ, ശമിച്ചുക കർത്താവിന്റെ വില തീരാത്ത തിരിച്ചോരയെ കുറിച്ച് മരിച്ച വിശ്വാസികളുടെ മേൽ കരുണയുണ്ടായിരിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാക്കണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാക്കണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. ദൈവകൃപ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എന്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. നരകാഗ്നി ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും, പ്രത്യേകിച്ചും അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗരാജ്യത്തിലേക്ക് ആനയിക്കണമേ. കർത്താവിന്റെ സന്നിധിയിലേക്ക് നമ്മുടെ കുടുംബത്തെയും നമ്മുടെ ജീവിതങ്ങളെയും ഏറ്റവും സ്നേഹത്തോടെ കരുണയ്ക്കായി സമർപ്പിച്ചുകൊണ്ടും ഈ മേഖലകളിലൊക്കെ നമ്മുടെ അറിവിലോ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ഏതെങ്കിലും പാപമേഖലകൾ ഉണ്ടെങ്കിൽ കരുണയ്ക്ക് വേണ്ടി വ്യക്തിപരമായിട്ട് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ സന്നിധിയിലുള്ള പ്രതികാരത്തിന്റെ നിലവിളികൾ നമുക്കെതിരെ ഉള്ളത് അവസാനിക്കട്ടെ. വ്യക്തിപരമായിട്ടുള്ള നിയോഗങ്ങളും സമർപ്പിച്ചുകൊണ്ട് നിശബ്ദമായ ഒരു നിമിഷം പ്രാർത്ഥിച്ച് കർത്താവിന്റെ ആശീർവാദത്തിന് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. മക്കളെ,
പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനുദേ മോചനമേകേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.